ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സോയ പെപ്പർ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ. അതിനായി ഒരു കടായി വെച്ച് അതിലേക്ക് പെരിഞ്ചീരകം, കുരുമുളക്, വറ്റൽമുളക് ഇവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്ത ശേഷം നമുക്കതൊരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് നല്ല കുഴഞ്ഞ പരുവത്തിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് സോയ കൂടി ചേർത്ത് കൊടുക്കാം. സോയ നല്ല തിളച്ച വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെച്ച് 3-4 വെള്ളം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ചെറുതീയിലിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അല്പം മല്ലിയിലയും കൂടെ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോയ പെപ്പർ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്